ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്, എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടിലും പുറത്തും ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ വീട്ടിലായാലും പുറത്തായാലും ഒക്കെ യൂസ് ചെയ്യാറുള്ള ഒരു സെന്റൻസ് ആണ് നീ വെള്ളം കുടിച്ചോ എന്നുള്ളത്, അല്ലെ? എങ്ങനെ ചോദിക്കും? നീ വെള്ളം കുടിച്ചോ. എത്ര ആളോട് എത്ര തവണ നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ, ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ, അല്ലെ? ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ, നീ വെള്ളം കുടിച്ചോ. ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറയണമെങ്കിലോ, ഞാൻ വെള്ളം കുടിച്ചു. ഐ ഡ്രാങ്ക് വാട്ടർ, ഐ ഡ്രാങ്ക് വാട്ടർ, ഞാൻ വെള്ളം കുടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ വെള്ളം എടുത്തോ, അല്ലേ? ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ തന്നെ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നീ വെള്ളം എടുത്തോ. എങ്ങനെ ചോദിക്കുക? എടുക്കുക, ടേക്ക് എന്നാണ്, അല്ലെ? ഡിഡ് യു ടേക്ക് വാട്ടർ. ഈ ടേക്കിന് പകരമായിട്ട് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഒന്നുകൂടി ഫ്ലുവൻ്റ് ആയി പറയാനാണ് ഗെറ്റും യൂസ് ചെയ്ത് പറയാട്ടോ. അപ്പൊ ചില സിറ്റുവേഷനിൽ നമ്മളിപ്പോ പഠിച്ചത് ഡിഡ് യു ടേക്ക് വാട്ടർ എന്നല്ലേ, ഇവിടെ എന്താ ഗെറ്റ് വന്നെന്ന് ആരും ഡൗട്ട് വിചാരിക്കേണ്ട. കാരണം നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ടേക്ക് യൂസ് ചെയ്യാറുണ്ട്, ടേക്ക് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഗെറ്റും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ടേക്കിന്റെയും ഗെറ്റിന്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതായത് പല മീനിങ്ങുകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഗെറ്റിനും ടേക്കിനും ഒരേ മീനിങ് അല്ലെന്ന് അർത്ഥം. ഓക്കെ, അപ്പം ഡിഡ് യു ടേക്ക് വാട്ടർ, ഡിഡ് യു ഗെറ്റ് വാട്ടർ, നീ വെള്ളം എടുത്തോ. ഓക്കെ, നീ പറയാണ് ഞാൻ വെള്ളം എടുക്കാൻ മറന്നു. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ വെള്ളം എടുക്കാൻ മറന്നു. എങ്ങനെ പറയാ? ഐ ഫോർഗോട്ട് ടു ടേക്ക് വാട്ടർ, ഐ ഫോർഗോട്ട് ടു ടേക്ക് വാട്ടർ, ഞാൻ വെള്ളം എടുക്കാൻ മറന്നു. ഇനി ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു ഡ്രിങ്ക് വാട്ടർ, ഐ ഫോർഗോട്ട് ടു ഡ്രിങ്ക് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു. ഓക്കെ, എൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടി. ഇങ്ങനെ പറയാറുണ്ടല്ലോ, എൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടി. അതായത് ആ ഒരു വസ്തു കേടായി എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? മൈ വാട്ടർ ബോട്ടിൽ ബ്രോക്ക്, അല്ലെ? മൈ വാട്ടർ ബോട്ടിൽ ബ്രോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തു കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ എല്ലാവരും തൊട്ട് മുന്നത്തെ എല്ലാ വീഡിയോസും കണ്ടു നോക്കണം കേട്ടോ. ഇതുപോലെയുള്ള എല്ലാ സെന്റൻസുകളും നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടി, മൈ വാട്ടർ ബോട്ടിൽ ബ്രോക്ക്. ഫാസ്റ്റ് ആയതുകൊണ്ട് ബ്രോക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിന്റെ ഫോൺ ഒന്ന് തരുമോ, അല്ലേ? നിന്റെ ഫോൺ ഒന്ന് തരുമോ, അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് കോൾ ചെയ്യാനാണ്. നിന്റെ ഫോൺ ഒന്ന് തരുമോ? ക്യാൻ യു ഗിവ് മീ യുവർ ഫോൺ, ക്യാൻ യു ഗിവ് മീ യുവർ ഫോൺ, നിന്റെ ഫോൺ ഒന്ന് തരുമോ. ഇനി നമ്മൾ ഒന്നും കൂടി പൊളൈറ്റായി ചോദിക്കാൻ, നിന്റെ ഫോൺ ഒന്ന് കുറച്ച് സമയത്തേക്ക് തരുമോ. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ, അതായത് 1 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ഫോർ എ മൊമെന്റ് എന്ന് യൂസ് ചെയ്ത് പറയാം, അല്ലെ? ഒരു ഒത്തിരി നിമിഷത്തേക്ക്, ഒരു കുറച്ച് സമയത്തേക്ക്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ക്യാൻ യു ഗിവ് മീ യുവർ ഫോൺ ഫോർ എ മൊമെന്റ്, നിന്റെ ഫോൺ ഒന്ന് കുറച്ച് സമയത്തേക്ക് തരുമോ. ഓക്കെ, എൻ്റെ ഫോൺ കേടായി, ഞാൻ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് പറയാറുണ്ടല്ലോ, അല്ലെ? ചില സിറ്റുവേഷനിൽ ഇങ്ങനെ പറയണമെങ്കിലോ, എൻ്റെ ഫോൺ കേടായി, ഞാൻ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പറയും? മൈ ഫോൺ ഈസ് ഡാമേജ്ഡ്, അല്ലെ? നമുക്ക് ഒരു വസ്തു കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞു ബ്രോക്ക് എന്ന് പറഞ്ഞു, അത് പറയാം. അല്ലെങ്കിൽ ഡാമേജ്ഡ് എന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഇത് നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു വസ്തു കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറൊരു വേർഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മൈ ഫോൺ ഈസ് ഡാമേജ്ഡ്, സോ ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു ദ ഷോപ്പ്. അപ്പം മൈ ഫോൺ ഈസ് ഡാമേജ്ഡ്, സോ ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു ദ ഷോപ്പ്. എൻ്റെ ഫോൺ കേടായി, അതുകൊണ്ട് ഞാനത് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മളിങ്ങനെ പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വെള്ളം വേണം. അപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ ഒരു ടാപ്പ് കണ്ട സമയത്ത് നമ്മൾ പറയാറുണ്ട്, ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാം, ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാം. ഒരു പൈപ്പ് കണ്ടപ്പോൾ നമ്മൾ പറയാണ്, ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാം. എങ്ങനെ പറയാ? വി ക്യാൻ, അതായത് നമുക്ക് ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാം എന്നാണ്. അപ്പം വി ക്യാൻ ടേക്ക് വാട്ടർ ഫ്രം ദാറ്റ് ടാപ്പ്, വി ക്യാൻ ടേക്ക് വാട്ടർ ഫ്രം ദാറ്റ് ടാപ്പ്, വി ക്യാൻ ടേക്ക് വാട്ടർ ഫ്രം ദാറ്റ് ടാപ്പ്. നമുക്ക് ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാം. ഇനി ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത്
അതിൽ വെള്ളമില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ആ ടാപ്പിൽ വെള്ളമില്ല അല്ലെങ്കിൽ ആ പൈപ്പിൽ വെള്ളമില്ല എന്നെങ്ങനെ പറയാം? ദർ ഇസ് നോ വാട്ടർ ഇൻ ദാറ്റ് ടാപ്പ്. ഇനിയിപ്പോ ഈ ടാപ്പിൽ വെള്ളമില്ല എന്ന് പറയുകയാണെങ്കിൽ ദർ ഇസ് നോ വാട്ടർ ഇൻ ദിസ് ടാപ്പ് എന്ന് പറയാം കേട്ടോ. ദിസും ദാറ്റ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യാം. അത് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. ഇത് എന്ന് പറയുകയാണെങ്കിൽ ദിസ് യൂസ് ചെയ്യാം. അപ്പം ദർ ഇസ് നോ വാട്ടർ ഇൻ ദിസ് ടാപ്പ്. ഈ ടാപ്പിൽ വെള്ളമില്ല. ദർ ഇസ് നോ വാട്ടർ ഇൻ ദാറ്റ് ടാപ്പ്. ആ ടാപ്പിൽ വെള്ളമില്ല. ഓക്കെ. ഇനി നമ്മൾ ബസ്സിൽ കയറി. ഈ ബസ്സിൽ കയറുന്ന സമയത്ത് ഇപ്പൊ 1-2 ആളുകളൊക്കെ ആണെങ്കിൽ നീ ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിക്കും അല്ലെ. ഇപ്പം ഒരാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റാളെടുത്ത് പോകില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട്, നീ ടിക്കറ്റ് എടുത്തോ? എങ്ങനെ ചോദിക്കുക? എടുത്തോ എന്നാണ് കേട്ടോ. ഇവിടെയും നമുക്ക് 2 രീതിയിൽ ഗെറ്റും ടേക്കും യൂസ് ചെയ്ത് ചോദിക്കാം. ഡിഡ് യു ടേക്ക് ദ ടിക്കറ്റ് അല്ലെങ്കിൽ ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ് എന്ന് ചോദിക്കാം. നീ ടിക്കറ്റ് എടുത്തോ? ഓക്കെ. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയാറ്? ഇപ്പം നമ്മൾ 2-3 ആളുകൾ ഞാൻ ടിക്കറ്റ് എടുക്കാം എന്ന് പറയാറുണ്ട് അല്ലെ. ഞാൻ ടിക്കറ്റ് എടുക്കാം. ഐ വിൽ ടേക്ക് ദ ടിക്കറ്റ്. ഐ വിൽ ടേക്ക് ദ ടിക്കറ്റ്. ഇവിടെയും ഐ വിൽ ഗെറ്റ് ദ ടിക്കറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ഞാൻ ടിക്കറ്റ് എടുത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡ്ന്റ് ടേക്ക് ദ ടിക്കറ്റ്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ടിക്കറ്റ്. ഓക്കെ. നെക്സ്റ്റ്, നീ ബസ്സിൽ കയറിയോ? നീ ബസ്സിൽ കയറിയോ നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പം ആരെങ്കിലും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, നീ ബസ്സിൽ കയറിയോ? ഡിഡ് യു ഗെറ്റ് ഓൺ ദ ബസ്? നീ ബസ്സിൽ കയറിയോ? ഓക്കെ. ഇല്ല, ഞാൻ ബസ് കാത്തു നിൽക്കുവാണ് എന്നെങ്ങനെ പറയാ? ഇല്ല, ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ്. നല്ല സെന്റൻസുകളാണ് കേട്ടോ. നോ, ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇല്ല, ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ് അല്ലേ. നോ, ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഓക്കെ. ബസ് ഇന്ന് വൈകിയോ? അല്ലേ, ചില സമയത്ത് നമുക്കൊക്കെ സംഭവിക്കാറുള്ളതാണ്. എപ്പോഴും വരുന്ന ബസ് ചിലപ്പം അവർ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് വൈകാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, ബസ് ഇന്ന് വൈകിയോ? ബസ് ഇന്ന് വൈകിയോ? ഈസ് ദ ബസ് ലേറ്റ് ടുഡേ? ഈസ് ദ ബസ് ലേറ്റ് ടുഡേ? ഈസ് ദ ബസ് ലേറ്റ് ടുഡേ? ബസ് ഇന്ന് വൈകിയോ? ഇനി ഇങ്ങനെ പറയാണ്, ബസ് ഇപ്പോൾ വരും അല്ലെ. ബസ് ഇപ്പോൾ വരും എന്നെങ്ങനെ പറയാ? ദ ബസ് വിൽ കം നൗ. ദ ബസ് വിൽ കം നൗ. ബസ് ഇപ്പോൾ വരും എന്നാണ്. സോ ദ ബസ് വിൽ കം നൗ. ഓക്കെ. നെക്സ്റ്റ്, ബസ് അരമണിക്കൂർ വൈകിയിട്ടുണ്ട് അല്ലേ. നമ്മൾ പറയാറുണ്ട് ബസ് അരമണിക്കൂർ വൈകിയിട്ടുണ്ട് എന്നെങ്ങനെ പറയാ? ദ ബസ് ഈസ് ഹാഫ് ആൻ അവർ ലേറ്റ്. ദ ബസ് ഈസ് ഹാഫ് ആൻ അവർ ലേറ്റ്. ബസ് അരമണിക്കൂർ വൈകിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ് ഈ പറയുന്നതെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, എനിക്ക് പ്രശ്നമാകുമോ അല്ലേ? ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ സമയത്തിന് എത്താഞ്ഞാൽ പ്രശ്നമാകുമോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എനിക്ക് പ്രശ്നമാകുമോ എങ്ങനെ ചോദിക്കുക? വിൽ ഇറ്റ് ബി എ പ്രോബ്ലം ഫോർ യു? അല്ലെ, ഉണ്ടാകുമോ എന്നാണ്. അതായത് നിനക്ക് പ്രശ്നം ഉണ്ടാകുമോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിൽ ഇറ്റ് ബി എ പ്രോബ്ലം ഫോർ യു? നിനക്ക് പ്രശ്നം ഉണ്ടാകുമോ? ഓഫീസിലെത്താൻ വൈകില്ലേ? സ്കൂളിലെത്താൻ വൈകില്ലേ? കോളേജിലെത്താൻ വൈകില്ലേ? ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓഫീസിലെത്താൻ വൈകില്ലേ? ഇവിടെ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുന്നത്. സോ എങ്ങനെ ചോദിക്കും? വോണ്ട് യു ബി ലേറ്റ് ടു ദ ഓഫീസ്? വോണ്ട് യു ബി ലേറ്റ് ടു ദ ഓഫീസ്? നിനക്ക് ഓഫീസിലെത്താൻ വൈകില്ലേ? ഇനി ഞാൻ 10 മണിക്ക് ഓഫീസിൽ എത്തുമായിരിക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് 9 മണിക്കോ 9:30ക്കൊക്കെ കയറാനുള്ള ഒരാളാണ്. അപ്പൊ നമ്മളൊരു ഡൗട്ട് വെച്ചിട്ട് പറയാണ്, ഞാൻ 10 മണിക്ക് ഓഫീസിൽ എത്തുമായിരിക്കും. നമുക്ക് ഉറപ്പൊന്നുമില്ല. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും? ഇവിടെ നമുക്ക് എത്തുമായിരിക്കും, ഇവിടെ നമ്മൾ വരാനിരിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് വില്ലിനേക്കാളും ഏറ്റവും നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൈറ്റ് ഓർ മേ എന്നാണ് അല്ലേ. ഞാൻ 10 മണിക്ക് ഓഫീസിൽ എത്തുമായിരിക്കും എന്നാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും വില്ല് യൂസ് ചെയ്ത് പറയരുത് കേട്ടോ. കാരണം നമുക്ക് ഉറപ്പില്ലല്ലോ. സോ ഐ മൈറ്റ് റീച്ച് ദ ഓഫീസ് by 10 o'clock. I might reach the office by 10 o'clock. ഞാൻ 10 മണിക്ക് ഓഫീസിൽ എത്തുമായിരിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ മൈറ്റ് എന്ന് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് വില്ല് യൂസ് ചെയ്ത് ഞാൻ 10 മണിക്ക് ഓഫീസിൽ എത്തും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കവിടെ വില്ല് യൂസ് ചെയ്ത് പറയാം. ഇവിടെ നമുക്ക് ഉറപ്പില്ലല്ലോ, നമ്മൾ എത്തുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ മൈറ്റ് റീച്ച് ദ ഓഫീസ് by 10 o'clock. ഇനി മേ യൂസ് ചെയ്ത് വേണമെങ്കിലും പറയാം. I may reach the office by 10 o'clock. ഓക്കെ. ഇനി ബസ് വരുന്നുണ്ട് എന്നെങ്ങനെ പറയാ? ബസ് വരുന്നുണ്ട്. The bus is coming. The bus is coming. ബസ് വരുന്നുണ്ട്. ഓക്കെ. നീ ഇപ്പോൾ എവിടെ എത്തി? ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. നീ ഇപ്പോൾ എവിടെ എത്തി? ഈ ഒരു സെന്റൻസ്
ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. നീ എവിടെ എത്തി എങ്ങനെ ചോദിക്കുമ്പോൾ, അതായത് നീ ഇപ്പോൾ എവിടെ എത്തി എന്നാണ്. വേർ ആർ യു നൗ ഇങ്ങനെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വേർ ആർ യു നീ എവിടെ എന്ന് ചോദിച്ചാൽ മതി. നമുക്ക് തോന്നും നീ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ റീച്ചോ അറിയുവോ വേണ്ടി വരുമോ എന്നുള്ളത്. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമ്മളെ ചോദ്യത്തില് എന്താണ്, നീ ഇപ്പോൾ എവിടെ എത്തി എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലം എത്തിയിട്ടില്ല, നമ്മളിങ്ങനെ ചോദിക്കുകയാണ്. സോ നമ്മളവിടെ വേർ റീച്ച് എന്നൊന്നും പറയണ്ട. വേർ ആർ യു നൗ, വേർ ആർ യു നൗ നീ ഇപ്പോൾ എവിടെ എത്തി, അല്ലെങ്കിൽ വേർ ആർ യു എന്ന് ചോദിച്ചാലും മതി. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് മിസ്റ്റേക്കുകൾ വരുന്നത് കേട്ടോ. അപ്പം നീ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് റീച്ച് ആണോ അറൈവ് ആണോ ഇങ്ങനെയൊന്നും തല പുകയേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും സെന്റൻസിനെ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ ഗ്രാമർ അത്യാവശ്യം വേണം, എന്നാലും നമുക്ക് ഇപ്പൊ ഗ്രാമർ അത് തന്നെ വേണം ഇത് തന്നെ വേണം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ഷോർട്ടിൽ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ വേർ ആർ യു നൗ നീ ഇപ്പോൾ എവിടെ എത്തി, അല്ലെങ്കിൽ നീ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ള ഒരു സെന്റൻസ് ആണ്, നിനക്ക് ബസ് കിട്ടിയിട്ട് എന്നെ വിളിക്കൂ. നിനക്ക് ബസ് കിട്ടിയിട്ട് എന്നെ വിളിക്കൂ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സെന്റൻസ് ഞാൻ പറഞ്ഞ സെന്റൻസ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. നമ്മൾ മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുക. ഇതുപോലെയുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡെയിലി 10 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ 10 സെന്റൻസ് എങ്കിലും സംസാരിച്ച് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ ഷോർട്സും വീഡിയോസുകളൊക്കെ ആയിട്ടിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലും നമ്മൾ പുതിയ ചാനലൊക്കെ കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.